വെൽക്കം ടു ക്യാമ്പസ് വേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് B.Tech Biomedical Engineering ആണ്. ഹെൽത്ത് കെയർ ടെക്നോളജിയിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലും ഒരുപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് B.Tech Biomedical Engineering. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് പഠിച്ച സ്റ്റുഡൻസ് ആണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ NIT, VIT, IITസിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പം കേരളത്തിൽ കീം ത്രൂ ആണ് അഡ്മിഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ JEE മെയിൻ എക്സാം എഴുതിയായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. അപ്പം എന്താണ് ഈ B.Tech Biomedical Engineering? ആർക്കൊക്കെയാണ് ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. മെഡിസിനും എഞ്ചിനീയറിങ്ങും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കോഴ്സാണിത്. അതായത് ഈ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുന്നത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതായത് മെഡിക്കൽ ഡിവൈസസ് ഡിസൈൻ ചെയ്യാനും അതുപോലെ ഹെൽത്ത് കെയർ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് കാണും, അല്ലെങ്കിൽ നേഴ്സുമാർ കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ കുറേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ കണ്ടിട്ടില്ലേ? ഫോർ ആൻ എക്സാമ്പിൾ ഇപ്പം ECG അല്ലെങ്കിൽ MRI സ്കാനിങ് മെഷീൻ, CT സ്കാനിങ് മെഷീൻ, ഇതൊന്നും കൂടാതെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് വെക്കുന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ പ്രോസ്തറ്റിക് ലിംസ് ഒക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഹോസ്പിറ്റലിനുള്ളിൽ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പം ഈ മെഷീൻസ് അല്ലെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അല്ലെ ഡിസൈൻ ചെയ്തെടുക്കാൻ ഒരിക്കലും നേഴ്സുമാരെ കൊണ്ടോ ഡോക്ടർമാരെ കൊണ്ടോ അല്ലെ അവിടുത്തെ ടെക്നീഷ്യൻസിനെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അപ്പം അത് ചെയ്യുന്ന ആൾക്കാരാണ് B.Tech Biomedical Engineering പഠിച്ച സ്റ്റുഡൻസ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സാധ്യതകളെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എത്രത്തോളം ഡെവലപ്പ് ആവുന്നു. ഇപ്പോൾ ഒരുപാട് റോബോട്ടിക് സർജറീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, അങ്ങനെ ഡേ ബൈ ഡേ ഒരുപാട് ടെക്നോളജീസ് തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതോടെ മെഡിക്കൽ ഫീൽഡിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ അതനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടി വരുന്നൊരു മേഖലയാണ് B.Tech Biomedical Engineering എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് പോലും ഈ ഒരു കോഴ്സിനുണ്ട്. പിന്നെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് സ്റ്റുഡൻസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ എഞ്ചിനീയറിംഗ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഒരു മെഡിക്കലിനോടോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനോടോ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. അവർക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കലിനോട് താല്പര്യം ഉണ്ടായിട്ടായിരിക്കും അവർ മെഡിക്കൽ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മെഡിക്കൽ സബ്ജക്ട്സുകളും പഠിക്കാനുണ്ട്, എഞ്ചിനീയറിംഗ് സബ്ജക്ട്സുകളും പഠിക്കാനുണ്ട്. സോ എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമില്ല, അതുകൊണ്ട് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അല്ല, എനിക്ക് മെഡിക്കലിനോട് താല്പര്യമില്ല, അതുകൊണ്ട് എഞ്ചിനീയറിംഗ് അല്ലേ എന്നെങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ അതും നടക്കില്ല. ഇതൊരു കമ്പൈൻഡ് കോഴ്സാണ്. ഇതിൽ ബയോളജി റിലേറ്റഡ് സബ്ജക്ട്സുകളുണ്ട്, അതായത് മെഡിക്കൽ റിലേറ്റഡ് സബ്ജക്ട്സുകളുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ്, കോഡിംഗ്, മാത്തമാറ്റിക്സ്, ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചെടുക്കാനായിട്ട്. സോ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് സ്റ്റുഡൻസ് ഈ കാര്യമൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു 4 ഇയേഴ്സ് ആണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ്. തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻലി ഇപ്പോൾ ഹോസ്പിറ്റലിലെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽസിന് നിങ്ങൾ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. വളരെയധികം ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിർബന്ധമായിട്ടും ചൂസ് ചെയ്യാവും. നമുക്കിനി ഈ ഒരു കോഴ്സിൻ്റെ സിലബസിലോട്ട് കടക്കാം. സിലബസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് ആപ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് ഇയറിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇൻട്രൊഡക്ഷൻ ടു ബയോളജി, അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സ്. ഇത്രയാണ് ഫസ്റ്റ് ഇയറിലെ സിലബസ്, ഫസ്റ്റ് ഇയറിലെ മെയിൻ സബ്ജക്ട്സ്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് ആണ്. ഞാൻ ഈ മെയിൻ സബ്ജക്ട്സുകൾ മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. ഈ സബ്ജക്ട്സ് മാത്രമല്ല, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊക്കെ സബ്ജക്ട്സ് വരും, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സബ്ജക്ട്സ് വരുന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ വരുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, സിസ്റ്റംസ് ആൻഡ് സിഗ്നൽസ്, പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇത്രയാണ് സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയല്ല, ഇതാണ് മെയിൻ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വർഷത്തിലോട്ട് കടക്കുമ്പം അവിടെ വരുന്ന മെയിൻ സബ്ജക്ട്സ് ആണ് ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുമ്പോൾ MRI, CT അതുപോലത്തെ മെഷീൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണിത്. പിന്നെ അതുപോലെ തന്നെ ബയോമെറ്റീരിയൽസ്. ഇത്രയും സബ്ജക്ട്സ് ആണ് മൂന്നാമത്തെ വർഷം വരുന്ന മെയിൻ ടോപ്പിക്സ്.
ഇനി 4ാമത്തെ വർഷത്തിലോട്ട് കടക്കുമ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഇയർ ആണ് 4th ഇയർ എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷൻ എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ തന്നെ ഫൈനൽ ഇയർ പ്രോജക്റ്റ്, അത് സ്വന്തമായിട്ടൊരു ഡിവൈസ് ഡിസൈൻ ചെയ്യുന്ന ഒരു വർഷമാണ് 4ാമത്തെ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ്. സോ ഇതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലെ മെയിൻ സബ്ജക്ട്സ് മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ സബ്ജക്ട്സ്, ഒരുപാട് സബ്ജക്ട്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സബ്ജക്ട്സുകളായിട്ടുള്ള ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ IT, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇത് രണ്ടും മെഡിക്കലും എഞ്ചിനീയറിംഗും കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോഴ്സാണിത്. സോ ഇതിൽ രണ്ടിനും താല്പര്യമുള്ള കുട്ടികളെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പം ഈ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസ് സെക്ഷനിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ കാലിബ്രേഷൻ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് മെഡിക്കൽ ഡിവൈസ് കമ്പനീസിലാണ്. അതായത് ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യൽ, ടെസ്റ്റ് ചെയ്യൽ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മെഡിക്കൽ ഡിവൈസ് കമ്പനീസിൽ വരുന്നത്. ഇനി 3ാമതായിട്ട് റിസർച്ചിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറയുന്നത് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇതിന് ഒരുപാടുണ്ട്. അതായത് ന്യൂ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലെ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ മെയിൻലി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം ഏതൊക്കെ ജോബ് റോൾസിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ബയോമെഡിക്കൽ എഞ്ചിനീയർ, ക്ലിനിക്കൽ എഞ്ചിനീയർ, സർവീസ് എഞ്ചിനീയർ, റിസർച്ച് സയൻറ്റിസ്റ്റ്, പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ്, ഈ 5 ജോബ് റോൾസിലോട്ടൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എഞ്ചിനീയറിംഗിലും അതുപോലെ തന്നെ മെഡിസിനിലും താല്പര്യമുള്ള കുട്ടികൾ മാത്രം ഈ കോഴ്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇൻറ്റേൺഷിപ്പിനും പ്ലേസ്മെൻറ്റ്സിനും ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നല്ല നല്ല കോളേജുകൾ, നല്ല ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻറ്റേൺഷിപ്പ് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇനി ഇന്നത്തെ കാലത്ത് എത്ര നല്ല കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് വരത്തുള്ളൂ. കാരണം ഹൈ കോമ്പറ്റീഷനാണ് വരുന്നത്. ഓൾറെഡി ഇപ്പം തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന 4 ഇയേഴ്സ് കഴിഞ്ഞ് കോമ്പറ്റീഷൻ കൂടും. സോ നല്ല ക്യാമ്പസുകൾ, നല്ല കോളേജസുകൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ക്യാമ്പസ് വേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ ക്യാമ്പസ് വേഴ്സിൻ്റെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.